മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് മാക്സിമം റിട്ടേൺസ് നമുക്ക് ഓപ്ഷൻസിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഓപ്ഷൻസിൽ കിട്ടിയിട്ടുണ്ട്. ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ WinTrader. കൂടുതൽ പേരും ഓപ്ഷൻസിലേക്ക് ട്രേഡ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് മാക്സിമം റിട്ടേൺസ് നമുക്ക് ഓപ്ഷൻസിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ പോലത്തെ പെർഫോമൻസ് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16th നവംബർ ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വൺ സൈഡ് മൊമെൻ്റ് ആണ്. അപ്പോൾ ഇന്നലത്തെ പെർഫോമൻസ് ഞാൻ കാണിച്ചിരുന്നു. അതേപോലെ ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഓപ്ഷൻസിൽ കിട്ടിയിട്ടുണ്ട്. എക്സാമ്പിൾ ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. 19,600 നമുക്ക് അഡ്ഡ മണിയുടെ ഞാൻ ഇന്നത്തെ ഓപ്ഷൻ എടുത്തിരുന്നു. അത് മോർണിംഗിൽ ഒരു ബൈസിൽ 940 ആക്ച്വലി 104 വന്ന ശേഷം നേരെ മാർക്കറ്റ് ഹൈക്ക് കയറി 166 പോയിന്റ്സ് ആണ് നമുക്ക് ആക്ച്വലി കിട്ടിയത്. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 5,000 റുപ്പീസ് ഉണ്ടാകും, സുഖമായിട്ട് ഈ ഒരു ഓപ്ഷൻ എടുക്കാമായിരുന്നു. അത് നമുക്ക് റിട്ടേൺസ് കിട്ടിയതോ അതിൻ്റെ നമുക്ക് ഡബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നത്തെ ഒരു പെർഫോമൻസിലൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ പെർഫോമൻസ് നിങ്ങൾക്കും എടുക്കാൻ പറ്റും. ഈ വൺ സൈഡ് മൊമെൻറ്റിൽ നമുക്ക് ഇന്നത്തെ പോലത്തെ മാർക്കറ്റിൽ നമുക്ക് ഹ്യൂജ് റിട്ടേൺസ് എടുത്ത് നല്ലൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഇത്രത്തോളം ഹോൾഡ് ചെയ്ത് വെക്കണം. അതായത് ഇപ്പം വൺ സൈഡ് മൊമെൻറ്റ് സാധാരണ ആളുകൾ ട്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കുമ്പോൾ നമ്മൾ പേടിച്ച് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യും. കാരണം ഉള്ള പ്രോഫിറ്റ് പോകണ്ടെന്ന് വിചാരിച്ച് പ്രോഫിറ്റ് ലിമിറ്റ് ആയിപ്പോൾ നമുക്ക് ലോസ് ആണെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് ചിലപ്പം റിവേഴ്സ് പോകണം, ഒന്നുകൂടെ ഹോൾഡ് ചെയ്യുക, ചിലപ്പോൾ തിരിച്ച് കയറുമായിരിക്കും എന്ന് വിചാരിച്ച് ഹോൾഡ് ചെയ്ത് കട്ട് ചെയ്ത പോർഷനിൽ കട്ട് ചെയ്തൂലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നതിന് കൂടുതൽ ഡബിളായിട്ട് നമ്മൾ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരെ നമ്മൾ പോകും. അതുപോലത്തെ അവസ്ഥ നമുക്ക് ലോസിലുണ്ടാകാറുണ്ട്. അപ്പം ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. അതേപോലെ നിങ്ങൾക്കൊരു ലൈവ് പെർഫോമൻസ്, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എത്രത്തോളം റിവേഴ്സിൽ എവിടെ നിന്ന് പോകുന്നു, കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട പോർഷൻ ഏതാ എന്നൊക്കെ നമുക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടൊരു ലൈവ് പെർഫോമൻസ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നിഫ്റ്റിയുടെ ലൈവ് ചാർട്ട്. നിഫ്റ്റിയുടെ ഇപ്പം നടക്കുന്ന ലൈവ് ചാർട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം 2 സിഗ്നൽ വന്നിരുന്നു. രാവിലെ ഒരു സെല്ലും വന്നിട്ടുണ്ട്, പിന്നെ ഒരു ബൈയും വന്നിട്ടുണ്ട്. അപ്പോൾ സെല്ല് നോക്കുകയാണെങ്കിൽ കൺഫർമേഷൻ ജസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. കൺഫർമേഷൻ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് റിവേഴ്സ് പോയത്. അവിടെ കൺഫർമേഷൻ ഇല്ലായിരുന്നു, ബൈക്ക് കൺഫർമേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഈ സെല്ലാണെങ്കിലും ബൈ ആണെങ്കിലും നമുക്ക് ഡീറ്റെയിൽസ് സോഫ്റ്റ്വെയർ തരുന്നതിന് അലേർട്ട് മെസ്സേജും അതിൻ്റെ ഡീറ്റെയിൽസ് മേലിലും താഴെയും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ബൈസിക്കിൾ വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ കളർ നോക്കുക, കൺഫർമേഷൻ ബാർ നോക്കുക, പ്രൈസ് ഇൻ ബൈ സോൺ നോക്കുക. ഇപ്പോൾ ഇവിടെ ക്യാൻഡിൽ കളർ റെഡ് ആയിരുന്നു, പക്ഷേ താഴെ അവിടെ നോക്കുമ്പോൾ ഗ്രീൻ ആണ്. അപ്പോൾ റെഡിലേക്ക് വന്ന സമയത്ത് അവിടെ ആക്ച്വലി നമുക്കൊരു പോർഷൻ കിട്ടിയിട്ടില്ല, അത് സപ്പോർട്ടും എടുത്തിട്ടില്ല. അപ്പോൾ അവിടുന്ന് ആ പോർഷൻ ഓക്കെ അല്ല, നമുക്കത് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ബൈ എടുക്കാമായിരുന്നു. ബൈ ആക്ച്വലി അവിടെ നിന്നൊരു കൺഫർമേഷൻ വന്ന് റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിൽ ഈ സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ പോർഷൻ മിസ് ചെയ്തെങ്കിൽ നെക്സ്റ്റ് നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ഇവിടുന്നായിരുന്നു. ഈ റെഡ് കളർ സ്റ്റാറാണ് റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ അത് ബ്രേക്ക് ഔട്ട് പോയി നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതും മിസ് ചെയ്തെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ പിന്നെ റെസിസ്റ്റ് ചെയ്ത ലെവലിനെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഈ പോയിന്റ് പിടിച്ചിരുന്നെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയേനെ. അപ്പോൾ അതിൽ ലാസ്റ്റത്തെ ആ ബ്രേക്ക് ഔട്ട് നിങ്ങൾക്ക് നോക്കിയാൽ 19,600 കാണാം. 219 ബ്രേക്ക് ഔട്ട് പോയിട്ട് നേരെ ആ ലാസ്റ്റത്തെ ബ്രേക്ക് ഔട്ട് 76. അതിൽ തന്നെ നമുക്കൊരു 60 പോയിന്റ്സോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ട്രേഡ് മിസ്സായവർക്ക് നെക്സ്റ്റ് ട്രേഡ് ഈ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിനെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കുമായിരുന്നു. അതൊരു ഹ്യൂജ് റെസിസ്റ്റൻസ് തന്നെയാണ് ബ്രേക്ക് ഔട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ എക്സിറ്റ് ചെയ്താലും നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇതിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ ബാർസ്, അതായത് ക്യാൻഡിൽ കളർ നോക്കുക, കൺഫർമേഷൻ ബാർ, പ്രൈസിൻ ബൈസ് ഇത് 3 നോക്കുക. ഇത് 3 നോക്കുകയാണെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ നമുക്ക് അവിടെ പോർഷൻ എടുക്കാം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നേരെ ഹൈക്കിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ ട്രേഡ് മിസ്സായി നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ എടുത്തു, അവിടെ നല്ല നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് ഇതും പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഓപ്ഷൻസിൻ്റെ കൺഫർമേഷൻ ലെവൽസ് നമുക്ക് ബ്രേക്ക് ഔട്ട് പോയ ലെവലും വെച്ച് നോക്കുമ്പോൾ 19,500, 400, 600 അല്ല അറ്റ് ദ മണി വെച്ച് എടുക്കാം. ഞാൻ 19,500 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ അവരൊരു ബൈസിക്കിൾ തന്നിട്ടുണ്ട്. 199 അതിൻ്റെ ടാർഗറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രീമിയം ചാർട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ആഡ് ചെയ്ത് വെച്ച് അതിനകത്ത് നമുക്ക് ആക്ച്വലി സിഗ്നൽസ് വരും. ആദ്യം മെയിൻ ചാർട്ടിൽ കൺഫർമേഷൻ നോക്കുക, പിന്നെ പ്രീമിയം ചാർട്ടിൽ നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് പ്രീമിയം ചാർട്ടിൽ എടുക്കാം. ഡയറക്റ്റ് അതിൽ കൺഫർമേഷൻ ഓട്ടോമാറ്റിക്കലി വന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ നമുക്ക് ആക്ച്വലി മെയിൻ ചാർട്ടിൽ കൺഫേം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഡയറക്റ്റ് കയറി എടുക്കാവുന്നതാണ്. ഓക്കെ,
അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെ സോഫ്റ്റ് വർക്കൗട്ട് ആവുന്നു, എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, അപ്പോൾ എത്രത്തോളം ഹോൾഡ് ചെയ്ത് വെക്കുക, ഇപ്പോൾ റിവേഴ്സ് പോയിന്റ് ഒക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലൈവിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൽ ചെക്ക് ചെയ്യേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ കളർ ചേഞ്ചസ്, അതായത് ഹോളോ ക്യാൻഡിൽസ്, ഓറഞ്ച് കളർ, അതേപോലെ ബ്ലൂ കളർ, വൈറ്റ്, ഇതൊക്കെ സൈഡ് വേസ് ക്യാൻഡിലാണ്. എക്സ്ട്രാ കളേഴ്സ് സൈഡ് വേസ് ആയിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ സൈഡ് വേസ് നിങ്ങൾക്ക് കാണുമ്പോൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ട് ഇതേപോലത്തെ കളേഴ്സ്, എക്സ്ട്രാ കളേഴ്സ് വരുന്നതാണ് സൈഡ് വേസ്. അപ്പോൾ സൈഡ് വേസ് ട്രെൻഡ് വന്നാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ആക്ച്വലി മാർക്കറ്റ് നമുക്ക് വേണമെന്ന് നമ്മുടെ എടുത്ത പോർഷൻ വേണേൽ കട്ട് ചെയ്യാം. അതുവരെ നമുക്ക് ആക്ച്വലി ഈ പോർഷൻ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടി ഒരു ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്.